പ്രവാസലോകത്തെ വാർത്തകൾ. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിക്കെതിരെയുള്ള യുഎസ് സർക്കാർ നടപടിക്ക് സ്റ്റേ. വിദേശ വിദ്യാർത്ഥികളെ വിലക്കുന്ന ട്രംപ് നടപടിയാണ് കോടതി തടഞ്ഞത്. ട്രംപ് ഭരണകൂടത്തിന്റെ നടപടി ഭരണഘടനയുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി തടഞ്ഞത്. സർവകലാശാല ബോസ്റ്റൺ ഫെഡറൽ കോടതിയെ സമീപിച്ചിരുന്നു. ഹാർവാർഡിന്റെ സ്റ്റുഡന്റ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ പ്രോഗ്രാം അനുമതി റദ്ദാക്കി വ്യാഴാഴ്ചയാണ് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് ഉത്തരവിട്ടത്. അക്രമവും ജൂതവിരോധവും പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുവെന്നായിരുന്നു ഹാർവാർഡിനെതിരെയുള്ള ആരോപണം. ഹാർവാർഡിൽ 6800 വിദേശ വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ഇതിൽ 800ഓളം പേർ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൂടുതൽ വിദേശ വിദ്യാർത്ഥികൾക്ക് സർവകലാശാലകളിൽ അവസരം നൽകുമെന്ന് ഹോങ്കോങ്. ഹാർവാർഡ് സർവകലാശാലയിലെ വിദേശ വിദ്യാർത്ഥികൾക്ക് യുഎസ് സർക്കാർ വിലക്ക് ഏർപ്പെടുത്താൻ നീക്കം നടത്തിയതിനെ തുടർന്നാണ് നടപടി. യുഎസിന്റെ വിദ്യാർത്ഥി പ്രവേശന നയം ബാധിച്ച അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ സ്വീകരിക്കാനുള്ള നടപടികൾ തുടങ്ങണമെന്ന് ഹോങ്കോങ്ങിലെ വിദ്യാഭ്യാസ ബ്യൂറോ എല്ലാ സർവകലാശാലകളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനായി വിദേശ വിദ്യാർത്ഥികളുടെ പരമാവധി എണ്ണത്തിൽ ഇളവ് വരുത്തുന്നതിനായി സർക്കാർ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഹാർവാർഡിൽ ചേർന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠനം തുടരാൻ ഹോങ്കോങ് സയൻസ് ആൻഡ് ടെക്നോളജി സർവകലാശാല ക്ഷണിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നഗരവാസികളുടെ ജീവിത നിലവാരത്തിൽ ആഗോളതലത്തിൽ അബുദാബി 2ാം സ്ഥാനത്ത്. ദുബായിലെ താമസക്കാരും സംതൃപ്തിയിൽ മുന്നിൽ. ആഗോള ആർക്കിടെക്ചർ ഡിസൈൻ പ്ലാനിംഗ് കമ്പനിയായ ജെൻസ്ലറുടെ സിറ്റി പ്ലസ് 2025 സൂചികയിലാണ് അബുദാബി നേട്ടം കൈവരിച്ചത്. ദുബായിക്ക് 4ാം സ്ഥാനമാണ്. ചൈനീസ് നഗരം ഷാങ്ഹായിയാണ് സംതൃപ്തിയിൽ 1ാമത്. ജീവിത നിലവാരം, സാമ്പത്തിക അവസരം, വൈകാരിക ബന്ധം എന്നിവ അടിസ്ഥാനമാക്കി 6 ഭൂഖണ്ഡങ്ങളിലെ 65 നഗരങ്ങളിലെ 33,000-ലധികം പേരിലാണ് സർവേ നടത്തിയത്. ജെൻസ്ലർ ആദ്യമായാണ് സംതൃപ്തി അടിസ്ഥാനമാക്കി സർവേ നടത്തിയത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ ഗുണനിലവാരത്തിൽ അബുദാബിയും ദുബായിയും മുന്നിലാണ്. ഗോൾഡൻ വിസ, അടിസ്ഥാന സൗകര്യ വികസനം, സാമൂഹ്യ സുരക്ഷ, നിക്ഷേപാനുകൂല അന്തരീക്ഷം എന്നിവ തുണയായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. കുവൈറ്റിൽ ചൂട് കടുക്കുന്നു. രാവിലെ 11 മണി മുതൽ ഡെലിവറി ബൈക്കുകൾക്ക് ആഭ്യന്തര മന്ത്രാലയം വിലക്ക് ഏർപ്പെടുത്തി. കുവൈറ്റിലെ താപനില 50 ഡിഗ്രിയിൽ എത്തിയ സാഹചര്യത്തിലാണ് പകൽ സമയത്ത് ഡെലിവറി ബൈക്കുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് അവസാനം വരെയാണ് വിലക്ക്. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 4 വരെ രാജ്യത്തുടനീളമുള്ള എല്ലാ റോഡുകളിലും ഡെലിവറി ബൈക്കുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഉപഭോക്തൃ ഡെലിവറി കമ്പനികൾ പ്രവർത്തിപ്പിക്കുന്ന മോട്ടോർ സൈക്കിളുകൾ കർഫ്യൂ സമയങ്ങളിൽ എല്ലാ റോഡുകളിലും എല്ലാ പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നുവെന്നാണ് അറിയിപ്പ്. നിബന്ധനകൾ പാലിക്കാത്ത പക്ഷം പെർമിറ്റ് വ്യവസ്ഥകളുടെ ലംഘനമായി ഇത് രേഖപ്പെടുത്തുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അവധിക്കാലം ആഘോഷമാക്കാൻ ദുബായ് സമ്മർ സർപ്രൈസസ് എത്തുന്നു. ജൂൺ 27 മുതൽ DSSൽ വിനോദ പരിപാടികൾ ആസ്വദിക്കാം. സംഗീത കച്ചേരി, ഭാഗ്യനറുക്കെടുപ്പ്, ആദായ വിൽപ്പന, കുട്ടികൾക്കും കുടുംബങ്ങൾക്കും പങ്കെടുക്കാവുന്ന വിനോദ പരിപാടികൾ എന്നിവയാണ് ദുബായ് സമ്മർ സർപ്രൈസിന്റെ പ്രധാന ആകർഷണം. ജൂൺ 27 മുതൽ ഓഗസ്റ്റ് 31 വരെയാണ് പരിപാടികൾ. വേനൽ ചൂടിൽ നിന്ന് രക്ഷ നേടാനായി ഷോപ്പിംഗ് മാളുകൾ കേന്ദ്രീകരിച്ചാണ് പരിപാടികൾ. വിവിധ മാളുകളിൽ ഡെയിലി സർപ്രൈസ് വിൽപ്പനയും 12 മണിക്കൂർ നേരത്തെയുള്ള ഫ്ലാഷ് സെയിലും ഒരുക്കിയിട്ടുണ്ട്. ഫാഷൻ, ഇലക്ട്രോണിക്സ്, ബ്യൂട്ടി, ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ്സ് തുടങ്ങിയവ വിലക്കുറവിൽ ലഭ്യമാകും. ബാക്ക് ടു സ്കൂൾ പ്രൊമോഷൻ ഓഗസ്റ്റ് 11 മുതൽ ഓഗസ്റ്റ് 31 വരെയാണ്. ഗ്രേറ്റ് ദുബായ് സമ്മർ സെയിൽ ജൂലൈ 18 മുതൽ ഓഗസ്റ്റ് 10 വരെയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.